ഏട്ടൻ ഫോൺ ചെയ്തപ്പോഴേ എനിക്ക് തോന്നി അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന്. ഏതായാലും പിറന്നാൾ ഞങ്ങൾ വരാനും നന്നായി. ആരോട് എന്താ പറയേണ്ടെന്ന് ഒരു ഔചിത്യം ഇല്ലേ അച്ഛന്? രാധികയെ പെണ്ണ് കാണാൻ ഗോപിയേട്ടന്റെ MD വന്ന അന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയോ? ഓ, ഞങ്ങൾ അങ്ങ് ചമ്മിപ്പോയി. ഞങ്ങൾ വാങ്ങിയ പൈസയും ചോദിച്ച് വീട്ടിൽ വന്ന് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഞാനായതുകൊണ്ട് കമാന്നൊരക്ഷരം വേണ്ടിയില്ല. വേറെ വല്ല മരുമക്കളും ആയിരുന്നെങ്കിൽ. എന്തായാലും ഇനി ഇങ്ങനെ തുടരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. മനസ്സിലിങ്ങനെ ഓരോ കോംപ്ലക്സും വെച്ച് തൊട്ടാനും പിടിച്ചോനൊക്കെ അച്ഛൻ ഇങ്ങനെ തുടങ്ങിയാലോ? ഞാനൊരു കാര്യം പറയട്ടെ, രണ്ടാളെയും ഏതെങ്കിലും വൃദ്ധസദനത്തിലാക്കുക. മാസാമാസം ചെലവിനുള്ളത് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതിയല്ലോ. അത് വേണ്ട. നാട്ടിൽ അറിഞ്ഞ മോശമാ, നമ്മൾ നടവള്ളിയാന്ന് പറയും. പിന്നൊരു വഴിയേ ഉള്ളൂ. ശക്തിയും ശിവനും ഒന്നിച്ച് നിൽക്കുന്നോണ്ടാ ഈ പ്രശ്നമൊക്കെ. രണ്ടാളെയും രണ്ട് സ്ഥലത്താക്കിയാലോ? എന്നുവെച്ചാ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുന്നതിൽ നല്ലത് രണ്ടുപേരും രണ്ടിടത്ത് സ്ഥിരമായി നിൽക്കട്ടെ. അമ്മയെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അച്ഛനോട് എന്നോട്ടെ. അത് പറ്റില്ല, അമ്മ ഇവിടെ നിൽക്കട്ടെ. അച്ഛന് ഗോപി കൊണ്ടുപോയിക്കോ. അത് വേണ്ട. ഗോപിയുടെ സ്വഭാവം അനുസരിച്ച് അച്ഛൻ അവിടെ നിന്നാലേ ഇതിനെക്കാട്ടിലും വലിയ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ സോപ്പിട്ട് സംസാരിക്കുന്ന പോലെ ഗോപിയേട്ടന് സംസാരിക്കാൻ അറിയില്ല. അത് ശരിയാ, അച്ഛനെ ഇവിടെ നിർത്തുന്നതാ നല്ലത്. അവിടെ മായയുടെ അമ്മയുണ്ടല്ലോ, അമ്മയ്ക്ക് അച്ഛനെ ശുശ്രൂഷിക്കാൻ തന്നെ നേരെയില്ല. ഇവിടെ ഞങ്ങൾ രണ്ടാളും ഓഫീസിൽ പോയ പിന്നെ അതൊന്നും എനിക്കറിയണ്ട. രണ്ടാളെയും പിരിച്ചെടുത്താനാണെങ്കിൽ അമ്മയെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അല്ലേ പിന്നെ എന്താ നിങ്ങൾ തീരുമാനിക്കുക. നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. പക്ഷെ ഇവിടുന്ന് പോകാൻ അമ്മയോട് ഞാൻ പറയില്ല. അതൊക്കെ പറയേണ്ട പോലെ ഞാൻ പറഞ്ഞോളാം. ഏതായാലും രണ്ടാളെയും കൂടെ ഒരുമിച്ച് നിർത്താൻ എന്റെ സമ്മതമല്ലല്ലോ. രണ്ടാളെയും കൂടെ ഇനി ഒരുമിച്ച് നിർത്തുന്ന പ്രശ്നമേ ഇല്ല. എന്നാ പിന്നെ ഞാൻ ഏറ്റു. രണ്ടുപേരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴാ ഈ പ്രശ്നമൊക്കെ. പെട്ടിയും തൂക്കി ഇനി ആഴ്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട. അച്ഛൻ ഇവിടെ നിൽക്കട്ടെ. അമ്മ എൻ്റെ കൂടെ പോരെ? അച്ഛനോടൊന്ന് ചോദിക്കാതെ. എന്തിനാ ചോദിക്കണേ? ഇനി അടികൊള്ളാനാ? കുറച്ചാള് മാറിയെന്നാലേ അമ്മയുടെ വില എന്താണെന്ന് അച്ഛൻ അറിയൂ. അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ അച്ഛനെ വീടിനകത്ത് കയറ്റില്ലെന്നാ ഏട്ടൻ പറയണേ. ചെല്ലേ, എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തോ. നീ എന്താ ഒറ്റയ്ക്ക് വിടിരിക്കണേ? നാവില്ലേ നിനക്ക്? ചോദിച്ചത് കേട്ടില്ലേ കുട്ടി? മോന്തയും വീർപ്പിച്ചോണ്ട് നീ എങ്ങനാ പോണേ? എന്തേലും പറയാനുണ്ടേ മുഖത്ത് നോക്കി പറഞ്ഞോളൂ. നിഷേധിത്തരം ആച്ചാലും വേണ്ടില്ല. ഇനി നീ കൂടെ ഉള്ളൂ ബാക്കി. എന്നെയും കൂടി തല്ലിച്ച ഞാനും എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. അച്ഛന് സന്തോഷാവട്ടെ. എങ്ങനെ മനസ്സ് വന്നു വെച്ചാ അമ്മയെ തല്ലാൻ? അയാളെ അല്ലല്ലോ തല്ലിയത് മോളെ. ഓരോന്ന് പറഞ്ഞു പറഞ്ഞു വന്നപ്പോ നിയന്ത്രണം വിട്ടുപോയി. വിളിക്ക്. മുഖത്ത് നോക്കാൻ വിഷമമുണ്ട് അച്ഛന്. അതുകൊണ്ടാ. മോളെ എന്ന് വിളിക്ക്. മാപ്പ് പറയാം. ചെന്ന് വിളിക്കൂട്ടി. അമ്മ പോയി. പോയോ? എങ്ങട്? കൊച്ചേട്ടൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയത്രേ. ശ്യാമളടുത്ത് പറഞ്ഞിട്ട് അറിഞ്ഞത് അമ്മയ്ക്കിനി അച്ഛനെ കാണണ്ടെന്ന്. അച്ഛൻ അങ്ങോട്ട് ചെല്ലണ്ടെന്നാ പറഞ്ഞിരിക്കണേ. അവിടെയെങ്കിലും ഇത്തിരി സ്വസ്ഥത കിട്ടിക്കോട്ടെ എന്ന്. മഞ്ഞത്ത് കിടക്കേണ്ടത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എഴുന്നേറ്റ് കുളിക്ക്. വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. കുളിച്ചു വല്ലതും കഴിക്കാൻ പറഞ്ഞു ശ്യാമളടുത്തി. കഴിഞ്ഞതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. കോളേജ് വിട്ടാ ഞാൻ കൊച്ചേട്ടന്റെ വീട്ടിലേക്ക് പോകും. അവിടെ നിൽക്കേ. അമ്മയോട് പറയണം അച്ഛൻ മാപ്പ് ചോദിച്ചു എന്ന്. അയാളെ അല്ല തല്ലിയെന്നും പറയണം. അച്ഛനോട് ഒരു വിദ്വേഷവും മനസ്സിൽ വെക്കരുതെന്നും പറയണം.
കൂടി ഇല്ലാച്ചാ പിന്നെ ഞാൻ പറയാം, അച്ഛൻ വിഷമിക്കാണ്ടിരിക്കാൻ. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാ അമ്മ സത്യം പറയൂ? അച്ഛനോട് അമ്മയ്ക്ക് ശരിക്കും പിണക്കുണ്ടോ? പാവല്ലേ അച്ഛൻ. അമ്മയോട് ഒരു പിണക്കവും ഇല്ലെന്ന് പറയാൻ പറഞ്ഞു എന്നോട്. അമ്മ പോന്നതോടെ അച്ഛന്റെ ചിറകൊടിഞ്ഞതുപോലെയായി. അച്ഛനെ കാണണ്ടെന്ന് അമ്മയ്ക്ക് എങ്ങനെ പറയാൻ തോന്നി? അച്ഛനെ വിട്ടിട്ട് ഇവിടെ അടുക്കളക്കാരിയായിട്ട് വന്നിരിക്കുക. പോന്നതല്ല മോളെ, അമ്മ അവിടെ നിന്ന അച്ഛനെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു എന്റെ ഏട്ടൻ. മോളെ, മോളിതൊന്നും അച്ഛനോട് പറയണ്ട. പറഞ്ഞാൽ ഇനിയും ബഹളം ഉണ്ടാവും. ഇറക്കി വിട്ടായി എവിടെ പോവാ? അച്ഛൻ തെരുവിൽ തെണ്ടി നടന്നിട്ട് അമ്മയ്ക്ക് അങ്ങനെ ഒരു സുഖം വേണ്ട. ഇതാവുമ്പോ കാണാൻ പറ്റിയില്ലെങ്കിലും ഒരിടത്ത് സുഖമായിട്ടിരിക്കുന്നു ആശ്വാസം ഉണ്ടല്ലോ. ഓ, അച്ഛൻ എന്തൊരു ചുമയാ ചുമക്കുന്നത്? മരുന്ന് കഴിക്കാൻ പറഞ്ഞ കേക്കണ്ടേ? മഞ്ഞു കൊണ്ടിട്ടാത്രേ. ഈ കഥ എന്നൊക്കെ പറഞ്ഞ് മുത്തച്ഛനെ മടി പോയി കിടക്കരുത് കേട്ടോ. എന്ത് ചുമയാന്ന് ആർക്കറിയാം? ഇത്രയും ദിവസം ഞാൻ ഒളിച്ചു വെച്ചു. ഇനിയും പറയാണ്ടിരുന്ന അമ്മ അച്ഛനോട് വഴക്കിട്ട് പോയതല്ല. അച്ഛനെ കാണണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടില്ല. പിന്നെ എല്ലാരും കൂടി കള്ളം പറഞ്ഞ് നമ്മളെ പറ്റിക്കായിരുന്നു. അച്ഛനും അമ്മയും കൂടി ഒരുമിച്ചിരുന്ന പ്രശ്നമാവുമെന്നും പറഞ്ഞ് മനപ്പുറം പിരിച്ചതാ. ഈ 101 റുപ്പിയ ഞാൻ തിരിച്ചെടുക്കുക. ഇനി ഇത് നിനക്ക് തരാൻ വകുപ്പില്ലല്ലോ. ഒക്കെ മംഗളമായിട്ട് നടത്തിയ തരാന്ന വാക്ക്. നീയും വാക്ക് തെറ്റിച്ചു. ഇന്ന് നേരം വെളുത്ത പോലെ അച്ഛനും മോളും പൊട്ടം കടിച്ച മാതിരിയാ. ഇന്നലെ രാത്രി രണ്ടാളും ഒന്നും കഴിച്ചിട്ടില്ല. കാലത്തെ ഒന്നും കഴിക്കാതെ അവള് കോളേജിൽ പോയിരിക്കണേ. അച്ഛനാണെ ഇതുവരെ ജലപാനം കഴിച്ചിട്ടില്ല. ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ എന്ത് ഭൂകമ്പം ഉണ്ടായെന്ന് എനിക്കറിയില്ല. അച്ഛനെങ്കോട്ടാ? അമ്മയുടെ അടുത്തേക്കാണെ പോണ്ട. പോകണ്ടെന്ന് പറയാൻ നീ ആരാ? അമ്മയ്ക്ക് അച്ഛനെ കാണണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞോ? ആര്? പറയടാ, ആര് പറഞ്ഞു? അവളോ അതോ നിങ്ങളോ? ഞങ്ങളെ രണ്ടാളെയും പിരിച്ചു നിർത്താൻ നിങ്ങൾ എല്ലാരും കൂടി കമ്മിറ്റി കൂടി തീരുമാനിച്ച അറിഞ്ഞു. എന്നാ കേട്ടോ, ഞങ്ങളെ പിരിക്കാൻ ഈ ലോകത്തൊരു പട്ടിക്കും അധികാരമില്ല. തല്ലണമെന്ന് തോന്നണോ? സമ്മതിച്ചു, നിങ്ങളെ പിരിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. പക്ഷെ ഈ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. അത് അംഗീകരിക്കാൻ തയ്യാറുള്ള മാത്രമായിട്ട് നിന്നാൽ മതി. ഒന്നും മിണ്ടാതിറങ്ങിപ്പോയ എന്താ അർത്ഥം? മരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആര് യാത്ര പറയാറില്ല. എന്നെ സംബന്ധിച്ചോളം നീ മരിച്ചു, അത് തന്നെ എന്റെ അർത്ഥം. പാർവതി, പാർവതി, നിക്കണം. ഏട്ടനോട് അനുവാദം ചോദിച്ചിട്ടാണോ അച്ഛൻ ഇങ്ങോട്ട് വന്നത്? അനുവാദോ? അനുവാദം ചോദിക്കാൻ ഞാൻ ആരുടെ അടിയാനും കുടിയാനും ഒന്നുമല്ല. ഓ, അപ്പൊ അമ്മയെ കാണാൻ ഒളിച്ചു വന്നാണല്ലേ? ഒളിക്ക്? അതിന് ഇവിടെ താമസിക്കുന്ന എന്റെ ഒളിസേവക്കാരിയല്ല. 30 കോടി ദേവന്മാരെ സാക്ഷി നിർത്തി ഞാൻ മിന്നു കെട്ടിയ എന്റെ ഭാര്യ. 30 വർഷമായി ഒരാത്മാവായി കഴിയുന്ന എന്റെ ശക്തിയാ. മരിക്കണത് വരെ അവൾ എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം. ഇതാ തടയാൻ ധൈര്യമുണ്ടോ? ആ,
അച്ഛൻ പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണോ? പ്രശ്നം ഉണ്ടാക്കാനല്ല, അവസാനിപ്പിക്കാൻ വന്നാ. അമ്മയെ കണ്ടില്ലേ അച്ഛൻ ഉറക്കം വരില്ല അല്ലേ? ഇല്ലടാ. അറിയാം, അതുകൊണ്ടല്ലേ ഞാൻ അമ്മയെ കൊണ്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇത്രയും വയസ്സായില്ലേ, ഇനിയെങ്കിലും. ഛർദിക്കടാ. എന്തിനാ വിഴുങ്ങണേ? പറയാൻ മടിയുണ്ടോ? ഞാൻ എന്തിനാ മടിക്കണേ? അച്ഛൻ എപ്പോഴും ചെറുപ്പമെന്നാ വിചാരം. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അവളോട് മോഹം ഉണ്ടെന്നല്ലേ? എന്താ നാവിറങ്ങിപ്പോയോ? പറയടാ. അതെ. പാർവതി, ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. എന്താ എടുക്കാനുള്ള വെച്ചാ എടുത്തോളൂ. ഇപ്പൊ ഇറങ്ങണം. എങ്ങോട്ടാ? ചുടുകാട്ടിലേക്ക്. എന്താ? അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല. പറ്റില്ല എന്ന് പറയാൻ നീ ആരടാ? ഞങ്ങളുടെ അമ്മയോട് ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഓ, ഉത്തരവാദിത്വം. മടി നിറച്ച് അരി വാരി കൊടുത്ത് വേലക്കാരത്തേക്ക് സംബന്ധം ഉണ്ടാക്കണം അമ്മായച്ചനെ സ്പെഷ്യൽ ഡോക്ടറെ കൊണ്ട് ചികിത്സിക്കണം. 18 തികയാത്ത സ്വന്തം കുഞ്ഞു പെങ്ങൾക്ക് അച്ഛനേക്കാ പ്രായമുള്ള ഭർത്താവിനെ അന്വേഷിക്കണം. എന്റെയൊക്കെ ഒരു ഉത്തരവാദിത്വം. അച്ഛാ, മിണ്ടിപ്പോവരുത്, അടിച്ച് കാരണം പോയി ഞാൻ. ഇറങ്ങാം. ഇവന്റെ ഒന്നും പച്ച വെള്ളത്തിന്റെ ഔദാര്യം നമുക്ക് വേണ്ട. വാ, ഇറങ്ങ. വാ. മോനെ, നിനക്ക് കൊണ്ടൊരു കുഞ്ഞ്. അവളും വളർന്നു വലുതാവും. അന്ന് നിങ്ങൾ ഞങ്ങളുടെ സ്ഥാനത്തായിരിക്കും. അവൾ ഇതുപോലെ നിങ്ങളെ വലിച്ചു കീറിയാൽ അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തേക്കാ വലിയൊരു ബന്ധമുണ്ടെന്ന്. പോവാം.